ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. സഞ്ജുവേട്ടാ, ഇവള് പറയുന്നത് വിശ്വസിക്കരുത്. അന്ന് ഞാൻ ശരിക്കും പ്രഗ്നന്റ് ആയിരുന്നു. മഹിമ കാരണമാ അത് നഷ്ടപ്പെട്ടത്. ബേബി, ഞാൻ ഇവള് പറഞ്ഞ ഒരു വാക്ക് പോലും വിശ്വസിച്ചിട്ടില്ല. നീ പറ, നിനക്ക് പ്രഗ്നന്റ് ആവാൻ കഴിയില്ല എന്നുള്ളത് സത്യമാണോ? ബേബി, ഞാൻ സത്യമാണോ അല്ലോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. സത്യമാണ്. ഇത് കുറച്ച് നേരത്തെ കിട്ടേണ്ടതായിരുന്നു. അച്ഛാ, പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. എന്റെ മക്കളെക്കാൾ കൂടുതൽ ഞാൻ നിന്നെ വിശ്വസിച്ചു. എന്നിട്ടും നീ കൂടെ വന്ന് ചതിക്കായിരുന്നല്ലേ? അച്ഛാ, അച്ഛാ, നീ നന്നായി കരുക്കൾ നീക്കിയായിരുന്നു സ്വപ്നെ. പക്ഷേ ദൈവം നിന്നെ തോപ്പിക്കാൻ തീരുമാനിച്ചാ എന്ത് ചെയ്യാൻ പറ്റും? ഒരു കുഞ്ഞിനെ തരാൻ കഴിവില്ലാത്ത നിന്നെ സഞ്ജുവോ അച്ഛനോ അംഗീകരിക്കില്ല. ഇതോടെ നിനക്ക് ഈ വീട്ടിലുള്ള സ്ഥാനം നഷ്ടപ്പെടും. കാര്യങ്ങളൊക്കെ എന്റെ കയ്യിലോട്ട് തിരിച്ചു വരും. നിന്റെ തകർച്ച ഇന്ന് തുടങ്ങാൻ പോവുക. സഞ്ജുട്ടാ, വേണ്ട, എന്നെ നീ ഇനി അങ്ങനെ വിളിക്കണ്ട. നീ അങ്ങനെ എന്നെ വിളിക്കുമ്പോഴെല്ലാം ആത്മാർത്ഥമായ സ്നേഹം കൊണ്ടാണെന്നാ ഞാൻ കരുതിയത്. പക്ഷേ ഇപ്പോ എനിക്കെല്ലാം മനസ്സിലായി. അതൊക്കെ നിന്റെ വെറും അഭിനയമായിരുന്നു. സത്യം എന്താണെങ്കിലും നിനക്ക് എന്നോട് തുറന്നു പറയാറുന്നില്ലേ? നീ എന്നെ വെറും കാശിന് വേണ്ടിയിട്ടാണ് സ്നേഹിച്ചത്. നീ പ്രഗ്നന്റ് ആണെന്ന് അഭിനയിച്ചാണോ? ഇപ്പൊ നന്നായി നുണ പറഞ്ഞാലേ രക്ഷപ്പെടാൻ പറ്റൂ. എന്റെ സകല കഴിവുകളോടെ ഇറക്കണം. സഞ്ജുവേട്ടനെ ചതിക്കുന്നതിലും ഭേദം ഞാൻ മരിക്കുന്നതാ. സഞ്ജുവേട്ടനെ നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റോ ശാലിനി പറഞ്ഞതെല്ലാം വിശ്വസിക്കുന്നുണ്ടെന്ന്? പക്ഷെ നിനക്ക് പ്രഗ്നന്റ് ആവാൻ പറ്റില്ല എന്ന് നീ തന്നെ സമ്മതിച്ചല്ലേ? അതിപ്പോഴത്തെ കാര്യമാ. കല്യാണത്തിന് മുമ്പ് എനിക്ക് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. ഞാൻ ശരിക്കും പ്രഗ്നന്റ് ആയതാ. സഞ്ജുവേട്ടൻ എന്റെ വയറ്റിൽ ചെവി വെച്ച് കുഞ്ഞിന്റെ അനക്കമൊക്കെ കേട്ടത് ഓർമ്മയില്ലേ? എനിക്ക് നമ്മുടെ കുഞ്ഞിന്റെ അനക്കൊന്ന് കേൾക്കണം. കുഞ്ഞെ ചെറുതായിട്ട് ചവിട്ടുന്നുണ്ട്. നിനക്ക് ഫീൽ ചെയ്യുന്നില്ലേ? നല്ല താളബോധത്തോടെയാ ചവിട്ടുന്നത്. ചിലപ്പോ ഡാൻസർ ആവും. ഓർമ്മയുണ്ട്. അപ്പൊ അതൊക്കെ നുണയാണോ? പിന്നെ എന്താ മോളെ ആ റിപ്പോർട്ടിന്റെ അർത്ഥം? അത് പറയാൻ ശ്രമിച്ചപ്പോഴാ സഞ്ജുവേട്ടൻ എന്നെ അടിച്ചത്. സോറി മോളെ. മഹിമ എന്നെ പടികളിൽ നിന്ന് തള്ളിയിട്ടപ്പോ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ മാത്രമല്ല നഷ്ടപ്പെട്ടത്, എനിക്ക് എന്നേക്കുമായി അമ്മയാവാനുള്ള അവസരം കൂടിയാ നഷ്ടപ്പെട്ടത്. നീ എന്താ പറയുന്നത് സ്വപ്നെ? മഹിമ നമ്മുടെ കുഞ്ഞിനെ കൊല്ലുക മാത്രമല്ല ചെയ്തത്. അവളെന്നുണ്ടാക്കിയ പരിക്ക് കാരണം
എനിക്ക് ഒരിക്കലും ഒരു കുഞ്ഞിനെ ചുമക്കാൻ പറ്റില്ല. അതറിഞ്ഞപ്പോ ഞാൻ ആകെ തകർന്നു പോയി സഞ്ജുവേട്ടാ. നമുക്കൊരു കുഞ്ഞുണ്ടാവില്ലെന്ന് സഞ്ജുവിന്റെ അടുത്ത് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അത് മാത്രമല്ല, നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാ അച്ഛന്റെ മുമ്പിൽ ഒരു വില ഉണ്ടാക്കിയെടുത്തെന്ന് എനിക്ക് അറിയാം. ഈ വിഷയം അദ്ദേഹം അറിഞ്ഞ അതോടെ എല്ലാം പഴയതുപോലെ ആവും. എന്നാലും നിങ്ങളെ അറിയിക്കാൻ ഞാൻ തീരുമാനിച്ചതാ. സത്യം പറയാനുള്ള മനക്കരുത്ത് സംഭരിച്ചു വന്നപ്പോഴേക്കും ശാലിനി എല്ലാം വെളിപ്പെടുത്തി. എല്ലാവരുടെ മുമ്പിൽ എന്നെ കള്ളിയാക്കിയപ്പോ അവൾക്ക് സമാധാനമായി കാണും. എന്റെ മാനസികാവസ്ഥ എന്താണെന്ന് പോലും ആലോചിക്കാതെ അവൾ എന്നെ മച്ചെന്ന് വിളിച്ചു. അവള് പറയുന്നൊന്നും നീ കാര്യമാക്കണ്ട. നിന്റെ കൂടെ ഞാനുണ്ട്. നിനക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ നിന്നെ കൈവിടില്ല. എനിക്ക് നിന്നോടുള്ള സ്നേഹം ആത്മാർത്ഥമാണ്. ഭാഗ്യം, മോണ്ടം വിശ്വസിച്ചു. പക്ഷെ നിന്നെ ഈ അവസ്ഥയിലാക്കിയ മഹിമയെ ഞാൻ വെറുതെ വിടില്ല. അവളുടെ അവസാനം എന്റെ കൈ കൊണ്ടായിരിക്കും. இன்னும் பல வீடியோக்களை காண சன் லைஃப் சேனலை சப்ஸ்கிரைப் பண்ணுங்க.